അയ്യോ എടാ ഇത് നോക്കിയേ. അയ്യോ മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു എടാ നിനക്കിത് എന്താടാ? ഇതിലിപ്പോ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? എടാ അതല്ല, ഇതൊക്കെ ആരെല്ലാം ചിന്തിക്കാനേ വയ്യ. എന്റെ പൊന്നളിയ, നീ ഒന്ന് അടങ്ങ്. ഞാനല്ലേ പറയണേ, ഇത് സേഫാ. എൻ്റെ ഫ്രണ്ട് ജിഷ്ണുല്ലേ, അവൻ ഈ കാര്യത്തിൽ പൊലിയാ. അവൻ്റെ കെയർ ഓഫിലുള്ളതായതുകൊണ്ട് ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. എടാ ഒരു മിനിറ്റ്, ഇതാ കോള് വരും. ഹലോ ചേട്ടാ. നമ്മളിവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ. ഒരു വൈറ്റ് ഓൾട്ടോ കാറ്. അങ്ങോട്ട് പോര്. ശരി ശരി ശരി. എടാ പുള്ളി വരുന്നുണ്ട്. ഒരു മയത്തിലൊക്കെ ഡീൽ ചെയ്യണേ, അല്ലേ പണിയാവട്ടാ. എടാ ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കേ. നീ കൂളായിട്ടിരിക്കടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതൊന്നും ഓർത്ത് അളിയൻ പേടിക്കണ്ട. അവർ കവലയ്ക്ക് എത്തിയെന്നാ പറഞ്ഞേ. അളിയൻ വേഗത്തൂലേ? ശരി അളിയാ, വേഗം വാ. മോളകത്ത് ഒരുങ്ങുവാ. സുമേ, അവർ കവലയ്ക്ക് എത്തിട്ടോ. മോളെ വേഗം റെഡിയാക്കോ, അവരുടെ എത്താറായി. ഇതൊന്ന് കുത്തിക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. എന്നാലും പെട്ടെന്നായതുകൊണ്ടൊരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. നിന്റെ മാമനെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ ഇതിലും അപ്പുറമായിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വീടിന് മുന്നിൽ ഇരിക്കുക നിന്റെ മാമൻ. ഞാനാണെങ്കിൽ വഴി കിടന്ന് ഏതോ മാമ്പഴം തിന്നോണ്ടാ കയറി ചെന്ന്. അതാണെങ്കിൽ ഡ്രസ്സിലും മുഖത്തൊക്കെ ആയി ആകെ നാശമായി. ബെസ്റ്റ് കോലായിരുന്നു. കേട്ടിടത്തോളം ഇത് നല്ല കൂട്ടരാ. അമ്മയും മോനും മാത്രമേ ഉള്ളൂ. നല്ലതായിരിക്കും. ഒരു ഫോട്ടോ എടുത്തു തരുമോ? അച്ഛനെത്താറായില്ലേ? വഴിയിലാന്ന് പറഞ്ഞേ. എടുക്കട്ടെ? ഇങ്ങോട്ട് നോക്കിക്കേ. എടാ നമ്മുടെ ഗ്യാങ്ങിൽ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ പെണ്ണ് കിട്ടാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവസാനം നിനക്കും പെണ്ണ് കിട്ടിയടാ. അങ്ങനെ ഒരു പറച്ചില്. എടാ പണ്ടൊരു തേച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ജീവിതത്തിൽ പെണ്ണെ വേണ്ട തീരുമാനത്തിലായിരുന്നല്ലോ നീ. കൊള്ളാടാ, എന്തായാലും ഇപ്പോഴേ നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ലല്ലേ ജീവിതത്തിൽ ഒരു കൂട്ടുള്ളത് എപ്പോഴും നല്ലതെന്ന്. അതിനുവേണ്ടി നമ്മൾ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് താനെ വരും. ജീവിതം മാറും, ലൈഫ് സെറ്റ് ആവും. ലൈഫ് സെറ്റ് ആയി നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചോളാം. സമയം പറയാടാ. ശരി ശരി. പിന്നെ എന്റെ കാര്യത്തിൽ ഇത് ഉറപ്പിക്കാൻ പറ്റേ? ആദ്യം പോയി കണ്ടു നോക്കട്ടെ, എന്നിട്ട് പറയാം. എടാ എന്റെ മനസ്സ് പറയണത് സെറ്റ് ആവുന്നത്. എടാ വീടെത്തിട്ടാ. എടാ ഞങ്ങളെത്തി. ശരി എന്നാ പിന്നെ വിളിക്കാം. ശരി മോനെ, പിന്നെ വിളിക്കാട്ടാ. ശരി ബൈ. എന്നാ നമ്മൾ പെണ്ണ് കണ്ടിട്ട് വരാം. ഓക്കേടാ. ഓക്കേടാ, ഓക്കെ ഓക്കെ. ബൈ 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 ബൈ. എവിടെയാണെന്നാ പറഞ്ഞേ? മാൾട്ട. എത്ര നാളായി ഇപ്പോ? 4 വർഷം. അപ്പൊ ഇനി എന്നാ തിരിച്ചു പോകുന്നേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. എന്തായാലും ഒരു 2 മാസം ഉണ്ടാവും. ഇവൻ പോണേന് മുമ്പ് എൻഗേജ്മെന്റ് നടത്തണമെന്നാ. ഓ, വന്ന അന്ന് തുടങ്ങിയ പെണ്ണ് കാണല. ഇതുവരെ ഒന്നും ഒത്തു വന്നില്ല. പിന്നെ മോളെ ഫോട്ടോ ഇന്നലെ കണ്ടു, അപ്പം ഇഷ്ടായി. അല്ല, മോളെ അച്ഛനെ കണ്ടില്ലല്ലോ, എവിടെ? അളിയൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. സാധാരണ ഈ സമയത്ത് വരുന്നതാ. ഇന്നിപ്പോ എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് വന്നോണ്ട് എല്ലാവരും ഓട്ടപ്പാച്ചിലായിപ്പോയി. ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാ. അപ്പൊ പിന്നെ അടുത്താണല്ലോ, മോളെ കണ്ടിട്ട് പോയേക്കാന്ന് വെച്ച്. ആണല്ലേ? എന്നാ മോളെ വിളിക്കാം. സുമേ, മോളെ വിളിക്കേ.
എന്നാ അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. ആ ആയിക്കോട്ടെ. സൂര്യ ഫാനാണല്ലേ? ആ കട്ട ഫാന. ഏതാ സൂര്യയുടെ ഫേവറേറ്റ് സിനിമ? സിലുന്നൊരു കാതൽ, വാരണമായിരം, ഗജനി, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാ. സൂര്യ ഫാനാണോ? പണ്ട് വാരണായിരം കണ്ട ജിമ്മിൽ പോയത്. ഓ അയ്യോ, ഇതെവിടെയാ? ഇത് ഒറിജിനൽ തന്നെയല്ലേ? ഒന്നും അല്ലല്ലോ? ഏയ് പക്ക ഒറിജിനൽ. ഓ ഓക്കെ. പുള്ളി മാൾട്ടയിൽ വന്നപ്പോൾ താമസിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലില്ല. ഓ നൈസ്. എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു തവണയെങ്കിലും നേരിട്ട് കാണണം, കൂടെ വന്നൊരു സെൽഫി എടുക്കണമെന്നൊക്കെ. ഓ സെറ്റാക്കാം. അനിയത്തിമാരാരുമില്ലേ? എൻ്റെ അനിയത്തിനെയാണല്ലോ അളിയൻ കേട്ടിരിക്കുന്നത്. അതല്ല, കല്യാണപ്പെണ്ണിന് അനിയത്തിമാരാരുമില്ല? ഇല്ല, ഒറ്റ മോള. ആണാ? ഞാൻ കരുതി. കഴിക്ക്. ഇത് എത്രാമത്തെ പെണ്ണാണല്ലോ? ആദിത്യ. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ അതെ. എനിക്ക് സത്യം പറഞ്ഞ ഒരു മാരേജ് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രിയേച്ചി പറഞ്ഞപ്പോൾ കണ്ടേക്കാന്ന് കരുതി. അപ്പോൾ ചുമ്മാ കണ്ടിട്ട് വിടാനുള്ള പരിപാടിയാണല്ലേ? അയ്യോ അങ്ങനെയല്ല. ഇതെൻ്റെ 4ാമത്തെ പെണ്ണാണല്ലോ. സംസാരിച്ചവരൊക്കെ അങ്ങടെ വൈബ് അങ്ങോട്ട് സെറ്റ് ആവണില്ല. നീ ഞാൻ ചേട്ടനെ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്നെയോ? എവിടെ വെച്ച്? 1-2 വട്ടം അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ രോഹിതേട്ടൻ പ്രിയച്ചി കാണാൻ വരുമ്പം കൂടെ ഉണ്ടാവാറില്ലേ? കോളേജിൽ. ആ അതെ അതെ, അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ കോളേജ് ബസ് സ്റ്റോപ്പിൽ ഒരു ദിവസം ബസ് നിർത്താൻ വന്നപ്പോൾ ബസ്സിന് വന്നിട്ട് വട്ടം വെച്ചില്ലേ ബൈക്ക്, അങ്ങനെയും കണ്ടിട്ടുണ്ട് ഞാൻ. ആഹാ കൊള്ളാലോ. അതിനുശേഷം ചേട്ടനോട് ഭയങ്കര ഫാൻസ് ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ചേട്ടനോട് ഭയങ്കര ക്രഷായിരുന്നു. ഇതൊന്നും നമ്മളറിഞ്ഞില്ലല്ലോ. എൻ്റെ മെയിൻ സ്പോട്ടായിരുന്നു ക്യാമ്പസ്. പിന്നെ രാജൻചേട്ടൻ്റെ കടയിൽ. ഒരുപാട് മെമ്മറീസ് ഉണ്ട് അവിടെ. എനിക്കറിയാം, രോഹിതേട്ടനും പ്രിയച്ചിയും പറഞ്ഞിട്ട് നിങ്ങളുടെ കഥകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ചേട്ടനെ പറ്റി അറിയാം. നല്ലത് തന്നെയല്ലേ കേട്ടെ? അയ്യോ നല്ലത് തന്നെയാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചേട്ടൻ്റെ ആലോചന എനിക്ക് വരുമെന്ന്. ഞാൻ കുറേ ആയി കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട്. നൈസായിട്ടൊരു തേപ്പ് കിട്ടി. ആ കഥയും അറിഞ്ഞായിരുന്നു. അപ്പം ഇനി അറിയാനൊന്നും ബാക്കിയില്ല അല്ലേ? അവരുടെ വീട്ടിൽ പോകുമ്പോൾ മെയിൻ സംസാരം ഞങ്ങളുടെ ടൈമിലെ ക്യാമ്പസ് ലൈഫും നിങ്ങളുടെ ടൈമിലെ ക്യാമ്പസ് ലൈഫിനെ പറ്റിയാ. അങ്ങനെ എനിക്ക് നിങ്ങളുടെ സ്റ്റോറിയൊക്കെ അറിയാം. ഞാൻ അവിടെ 1 വർഷം തികച്ചു പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പഠിച്ച അത്രയും നാൾ അടിപൊളിയായിരുന്നു. അങ്ങനെ രോഹിത്തിനെ പരിചയപ്പെടുന്നത്. ഇത്ര നാളും കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി പെട്ടെന്ന് തീരുമാനം മാറ്റാൻ? എത്രയെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മടുക്കില്ല. അമ്മയും കുറേ നാളായി കല്യാണക്കാര്യം പറഞ്ഞ് എൻ്റെ പുറകെ കിടക്കണം. എന്നാൽ പിന്നെ കെട്ടിക്കളയാന്ന് വിചാരിച്ച് മാട്രിമോണി കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് അഹങ്കാരങ്ങൾ പോയി കിട്ടി. നമ്മളൊന്നും ആർക്കും വേണ്ടെന്ന്. പിന്നെ എവിടെ പോയാലും അമ്മയ്ക്ക് പെണ്ണിനെ തപ്പല മെയിൻ പരിപാടി. അങ്ങനെ രോഹിത്തിൻ്റെ ഹൗസ് വാമിൻ്റെ ഫോട്ടോയിലാണ് തന്നെ കാണുന്നതും ഞാനിവിടെ വരുന്നതും. നല്ല സ്മാർട്ടാണല്ലോ. എന്നിട്ട് കോളേജിൽ പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. അറിയാലോ, എൻ്റെ അമ്മ കുഞ്ഞിലേ മരിച്ചതാ. പിന്നീട് ഒരു കല്യാണം പോലും കഴിക്കാതെ അച്ഛൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. പാവം എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയും നല്ലൊരു ജോലി മേടിക്കണം, നന്നായിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച പോലൊരു ജോലിയൊക്കെ കിട്ടി ലൈഫ് ഒന്ന് സെറ്റിലാവുകയും ചെയ്തേ. അതിൻ്റെ ഇടയിൽ എവിടെയാ പ്രേമിക്കാനൊക്കെ സമയം? എനിക്കും അമ്മ മാത്രമേ ഉള്ളൂ. എന്നെപ്പറ്റി രോഹിത്തും പ്രിയയും പറഞ്ഞ് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അതൊക്കെ തന്നെയാണ് ഞാൻ. എന്താ ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുള്ളൊരു എക്സ്പെക്റ്റേഷൻ?
അങ്ങനെ വലിയൊരു കോൺസെപ്റ്റൊന്നും എനിക്കില്ല. എൻ്റെ കാര്യത്തിൽ സിമ്പിളാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചൊരു ജോലിയാണ്. സോ കല്യാണം കഴിഞ്ഞു എനിക്ക് ജോലിക്ക് പോകണം. പിന്നെ എൻ്റെ സാലറിയിൽ നിന്നൊരു 1% അതെൻ്റെ അച്ഛനുള്ളതാണ്. അതിനെ നോ പറയരുത്. പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും ജോലിക്ക് പോയേക്കുവാ. അതത്ര വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ കേൾക്കാറില്ല. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടൊരു പേഴ്സണാണ്. സോ എൻ്റെ പാർട്ട്ണർ മനസ്സിലാക്കി നിൽക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ചേട്ടൻ ഓക്കെയാണ്, എൻ്റെ അച്ഛനും ഓക്കെ ആയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ പെട്ടെന്നൊന്നും കല്യാണം വേണമെന്ന് പറയരുത്. ഉറപ്പായിട്ടും. എനിക്കും അങ്ങനെ ധൃതി പിടിച്ച് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഞാനിനി പോയിട്ട് വരുമ്പോൾ എന്തായാലും ഒരു വർഷം എടുക്കും. സമയമുണ്ടല്ലോ, പയ്യെ മതി. നല്ല ചിരിയാട്ടോ. ആ, ഒരു സെൽഫി എടുത്താലോ? ആ. എൻ്റെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കാനാ. അവക്കേ ചേട്ടനോട് ഭയങ്കര ക്രഷായിരുന്നു. ഇതെൻ്റെ അച്ഛൻ. ഇതോ? ആ, എന്ത് പറ്റി? ഒന്നുമില്ല. എന്താ പരിപാടിയൊക്കെ? ആ, അളിയ എങ്ങനെയുണ്ട് പെണ്ണ്? എടാ, ഈ കല്യാണം നടക്കില്ല. നടക്കൂലേ? അതെന്താ? അവളുടെ അച്ഛൻ ആരാന്നറിയോ? ഇല്ല, ആരാ? ആ, അളിയൻ വന്നല്ലോ. ചേട്ടാ കേറ്. ആ, അളിയ ദേ ഇതാണ് ചെറുക്കൻ. നിങ്ങളെ ഞാൻ എവിടെയോ അതെ, നല്ല തണുപ്പായിരുന്നു. തണുപ്പൊക്കെ ഞാൻ മാറ്റിത്തരാം. ബിബിനെ, പറ ബേബി. എനിക്കൊരു ഹോട്ട് കിസ് താ. എവിടാ വേണ്ടേ? ബിബിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത്. എന്നാ അടുത്തേക്ക് വാ. വന്നു.
എന്താടാ? എടാ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടാ. എന്താ അവിടെ കൊതുകുണ്ടാ? നീ ചുമ്മാ ചളി അടിക്കല്ലോ കോപ്പേ. എന്താടാ നിന്റെ പ്രശ്നോ? എടാ കണ്ണടച്ച അവളുടെ സംസാരടാ ചെവിയില്. എടാ ഈ നട്ട പാതിരക്ക് എടാ നിന്റെ സൂക്കേട് എന്താന്നുള്ള എനിക്ക് മനസ്സിലായിട്ടാ. എടാ അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒന്ന് പോട വെച്ചിട്ട് വെറുപ്പിക്കാതെ. എടാ എടാ അവളൊക്കെ ദുബായി പോയി സെറ്റിലായിട്ട് എത്ര നാളായടാ. എന്നെ കൊണ്ട് എടാ ഒന്ന് വെച്ചിട്ട് പോടാ അവിടെ നിന്ന്. എനിക്ക് രാവിലെ പണിക്ക് പോവാനുള്ളതാ. കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിപ്പണി എടുത്ത് മനുഷ്യനൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിക്കുമ്പോൾ രാത്രി ആകുമ്പോൾ തുടങ്ങാൻ വേണ്ടി ഒരു കൊണ. എന്താടാ നീ ഇങ്ങനെ പറയണത്? എനിക്കെൻ്റെ വിഷമം നിന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. ഉള്ളത് പറയാലോ. എന്ന് രാത്രി അവളോട് സംസാരിച്ചിരുന്നിട്ട് ഇപ്പം അത് നേരാകുമ്പോൾ എന്തോ ഒരു തോന്നല. എടാ കാമാ, എന്തോന്ന്? നിന്റെ പ്രശ്നം എന്താന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ഒന്നെങ്കിൽ നീ നേരത്തെ ഒന്നിനെ കെട്ടാൻ നോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ സെറ്റാക്കാൻ നോക്ക്. ഈ പറഞ്ഞ രണ്ടും നടക്കൂല. എനിക്ക് ഒറ്റൊരുത്തി വിശ്വാസമില്ല. ഓരോ വള്ളിക്കേസായിട്ട് ഇറങ്ങിക്കോളും മാങ്ങാത്തൊലി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. നിന്റെ ഈ സൂക്കണ്ണെ എന്റെ മനസ്സിൽ നല്ലൊരു ബെസ്റ്റ് ഐഡിയ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തു വഴി? ആലുവയിലെ നല്ലൊരു സ്പോട്ടുണ്ട്. ഞാൻ നോക്കിട്ടെ, ഈ ഒരൊറ്റ വഴി മാത്രമേ ഈ കാര്യത്തിന് കാണുന്നുള്ളൂ. കൂടുതൽ ആലോചിക്കണ്ട. എടാ നോക്കടാ, എന്റെ ഒന്നു എടാ നോക്കടാ, ഒന്ന് നോക്കിയേ. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു എടാ നിനക്കിത് എന്താടാ? ഇതിലിപ്പോ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, നീ ഇതും പറഞ്ഞോണ്ട് പിന്നെ എന്നെ വിളിക്കാൻ നിൽക്കരുത്. എടാ അതല്ല, ആരെങ്കിലും അറിഞ്ഞ പിന്നെ ചിന്തിക്കാനേ വയ്യ. എന്റെ പൊന്നളിയ, നീ ഒന്ന് അടങ്ങ്. ഞാനല്ലേ പറയണേ, ഇത് സേഫാ. എന്റെ ഫ്രണ്ട് ജിഷ്ണു ഇല്ലേ, അവൻ ഈ കാര്യത്തിൽ പുലിയാ. അവന്റെ കെയർ ഓഫിലുള്ളതുകൊണ്ട് ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. എടാ ഒരു മിനിറ്റ്, കോള് വരാം. ഹലോ ചേട്ടാ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ. ഒരു വൈറ്റ് ഓൾട്ടോ കാറ്. ഇങ്ങോട്ട് പോര്. ശരി ശരി ശരി. എടാ എല്ലാം സെറ്റാണ്, നീ ധൈര്യമായിട്ടിരിക്കേ. എന്നാലും എന്തോ ഒരു പേടി. എടാ നീ പേടിക്കാൻ നിൽക്കല്ലേ, ഇതിനൊക്കെ ഒരു സ്പിരിറ്റിലെടുക്ക്. ഈ ജിഷ്ണു ഉണ്ടല്ലോ, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയാളുടെ അടുത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒരു രീതിയിലും പേടിക്കേണ്ട, 100% സേഫാ. നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലുണ്ടല്ലോ, ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ഒരു കാര്യം അറിയാം, ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഈ കാര്യത്തിലൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ ഗുണാണ്ട്രാ. എടാ നീ ധൈര്യമായിട്ടിരിക്കും വെച്ചാനേ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇനി നീ എന്തിനാ ടെൻഷനാവണേ? എടാ ഇതാ പുള്ളി വന്നു. ചേട്ടാ കേറ്. ചേട്ടാ ജിഷ്ണു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ അവൻ പറഞ്ഞിട്ടാ. നിങ്ങൾ ആർക്ക് വേണ്ടിട്ടാ? ഇതാ ഇവന് വേണ്ടിട്ടാ. നീ എന്താ മോനെ മുഖമൊക്കെ മുറിച്ചോണ്ടിരിക്കണേ? ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എടാ ഇതിനൊക്കെ ഇറങ്ങണമെങ്കിൽ കുറച്ചൊക്കെ ധൈര്യം വേണം. ഇത് ചുമ്മാ. ചേട്ടാ ഇവനെ ആദ്യമായിട്ടാണേ. അപ്പൊ നീ എവിടാ? ഞാനും. പിന്നെ ചേട്ടാ ഒന്ന് നോക്കും കണ്ടൊക്കെ വേണേ. ഇതൊരു നല്ല തുടക്കാവട്ടാ. അതെ, ഇതിലേ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് പറ. ഇതൊക്കെ കൊച്ചു പിള്ളേരാലോ, ഇതിനെയൊക്കെ കണ്ട പ്രായപൂർത്തിയാന്ന് തോന്നില്ലല്ലോ. എടാ ഇവിടെ ഇപ്പോഴേ 17-നും 22-നും ഇടയ്ക്കുള്ള പിള്ളേർക്കാണ് ഡിമാൻഡ്. അവരെ അന്വേഷിച്ച് വരുന്നതോ കോളേജ് പ്രൊഫസർമാർ, ഡോക്ടർമാർ, അങ്ങനെ ബഡാ ടീംസാ. പിള്ളേരെയോ? ഇവരൊക്കെ എങ്ങനെ ഇവിടെ?
എടാ അതൊക്കെ വേറെ ലീഗാവുന്നു നീ അറിയണ്ട. ഇപ്പം നീ ഇതിൽ നോക്കിയിട്ട് നിനക്ക് ഏതാ വേണ്ടതെന്ന് പറ. അപ്പോൾ ചേട്ടന് ഇവരൊക്കെ ആയിട്ട് എങ്ങനെ എടാ ഒരു നല്ല പാചകക്കാരൻ സ്വയം രുചിച്ച് നോക്കിയിട്ട് പുറത്തുള്ളവർക്ക് വിളമ്പും. ഏത് ചേട്ടനാളെ കൊള്ളാലോ. ഇത് മതി. ആ ഇവള് തുടക്കത്തിന് പറ്റിയതാ. കുറച്ച് നാളേ ഉള്ളൂ എൻ്റെ അടുത്ത് വന്നിട്ട്. അടിപൊളിയടാ. നിങ്ങളെ ക്യാഷ് തന്നിട്ട് ആ റൂം നമ്പർ 30 കയറിക്കോ. മുഴുവനിലൂടാ. പോക്കോ പോക്കോടാ. പോട്ടെ. ചെന്നോ. അല്ലടാ നിനക്കൊന്നും വേണ്ടേ? ഇത് നോക്കി ഏതാന്ന് വെച്ചെടുത്തോ. വേണ്ട ഏട്ടാ, ഞാൻ ഓൾറെഡി കമ്മിറ്റഡാ. എടാ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വരണവരെ കെട്ടിയവരും കാമുകന്മാരുള്ളവരൊക്കെ ഉണ്ട്. ലൈഫ് ഒന്നല്ലടാ ഉള്ളൂ. എൻജോയ്ടാ. വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട. ബിപിൻ, ആ നാൻസി. എന്താ? അല്ല, എന്റെ പേരാ പറഞ്ഞേ, നാൻസി. ഓ പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഇയാൾ ആദ്യമായിട്ടാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, തോന്നി. ഇയാളെന്നാ പോയി കുളിച്ചിട്ട് വാ. ആ പാട്ടൊക്കെ പാടൂലേ? പിന്നെ നല്ലായിരുന്നു. ശരിക്കും എന്താ പേടിയുണ്ടോ? ഏയ് പിന്നെന്താ പ്രശ്നം? അല്ല ഇത് ഇതൊക്കെ എന്താ? ഇതില്ലാതെ കാര്യം നടക്കില്ല. ഇതൊക്കെ എന്തിനാ? നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരുന്നാ പോരെ? ഇതിലിപ്പോ എന്താ സംസാരിക്കാനുള്ളത്? അല്ല തന്നെ പറ്റി അറിയാൻ. എന്നിട്ട് കല്യാണം ആലോചിക്കാൻ പോവാണോ? കാര്യം നടന്നാ പോരെ? അതല്ല, ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാണ്ട് എങ്ങനെയാ? ഇവിടെ തന്റെ പ്രശ്നം എന്താ? പരിപാടി നടത്താ പോവാ, അല്ലാതെ ഇമോഷണൽ കണക്ഷൻസ് ഒന്നുമില്ല. വെറുതെ സമയം കളയല്ലേ. എടോ താനിങ്ങനെ ദേഷ്യപ്പെടല്ലേ, കൂളാവ്. ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒന്നല്ലേ. എനിക്ക് ധൃതിയില്ല. നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് പതിയെ മതി. ഇതില്ലേലും സംസാരിച്ചാൽ മതി. ഇയാള് ചുമ്മാ കളിപ്പിക്കാൻ നിക്കല്ലേ. മനുഷ്യനെ മെനക്കെടുത്താതെ പോവാൻ നോക്ക്. ഇത് വീക്കെൻഡ്സ് ആണ്, ഒരുപാട് ആളുകൾ വരാനുള്ളതാ. താൻ പോയേ. എടോ ഞാനെന്തേലും കാട്ടിക്കൂട്ടാൻ വേണ്ടി വന്നതല്ല. ഈ ഒരു ഫുൾ രാത്രിക്കുള്ള പൈസ ഞാൻ തന്നിട്ടുണ്ട്. നമ്മൾ തമ്മിലൊന്നും നടന്നില്ലേലും തനിക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോണില്ല. പോരെ?
ശരി പറ. അങ്ങനെ സമാധാനമായിട്ട് ചോദിക്കും. എന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, ഇതുപോലത്തെ ലൈഫ് ചൂസ് ചെയ്യാൻ. താനെന്താ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വന്നാണോ? അങ്ങനെയല്ല, ഒരു കൗതുകം, അതുകൊണ്ട് ചോദിച്ചതാ. ഇതെന്റെ തീരുമാനമാണ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഈ സിറ്റിയിൽ അത്യാവശ്യം അടിച്ചു പൊളിച്ച് നടക്കാൻ എനിക്ക് കുറേ കാശ് വേണം. കുറഞ്ഞ സമയം കൊണ്ട് കുറേ പൈസ കിട്ടും, പിന്നെ എൻജോയ്മെൻറ്റും. അത് തന്നെ, വേറൊന്നുമില്ല. അപ്പോൾ തൻ്റെ ഫാമിലിയൊക്കെയോ? എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അത് പറഞ്ഞിട്ടും തനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. സാധാരണ ഇവിടെ വരുന്ന ആളുകളെ പോലെയല്ലല്ലോ തൻ്റെ മട്ടും ഭാവവും. അതെന്താ? സാധാരണ വരുന്ന ആൾക്കാരെങ്ങനെയാ? കഥ കടിച്ചു കഴിഞ്ഞാൽ ഒരുതരം ആർത്തിയാണ്. എല്ലാം അറിയാവുന്ന ഭാവത്തിലാണ് വരിക, പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും ഒന്നും അറിയില്ല. സത്യം പറഞ്ഞ കോമഡിയാ. താൻ എന്തിനാ വന്നേ? സാധാരണ എല്ലാവരും എന്തിനാ വരുന്നത്? അതിന് തന്നെ. അല്ല, വേറെ എന്തോ ഉണ്ടല്ലോ. എന്ത്? എന്തോ ഒരു സങ്കടം. അതെന്താ അങ്ങനെ തോന്നാൻ? എടോ, എൻ്റെ വിഷയം സൈക്കോളജിയാ. ഒരാളെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവൂലോ എന്താ എങ്ങനെയാന്നൊക്കെ. താനിവിടെ സുഖത്തിന് വേണ്ടി മാത്രം വന്നൊരാളല്ല, അതെനിക്ക് ഉറപ്പാ. ഞാനീ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല. മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ, ലവ് മാറ്ററാ? ഏയ്, അങ്ങനെയും പറയാം. ആഹാ, ഒരു ബ്രേക്കപ്പ് സ്റ്റോറിക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. പേടിക്കണ്ട, ബ്രേക്കപ്പ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കില്ല. അത് കുഴപ്പമൊന്നുമില്ല. താൻ പറഞ്ഞു, എനിക്കിത് ശീലമായി. ഇതുപോലെ കുറെ കേൾക്കുന്നതാ. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒറ്റയ്ക്കാവുമ്പോൾ പലതും വല്ലാതെ തന്നെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ കേൾക്കാൻ ആരുമില്ല. എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവനാ ഞാൻ പറയണ കുറച്ചെങ്കിലും കേൾക്കുന്നത്. പക്ഷെ അവനും എൻ്റെ ഈ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. വേറെ എന്തൊക്കെയാണെന്ന് അവൻ കരുതണം. അങ്ങനെ എവിടേക്ക് വന്ന്. അപ്പൊ അതാണ് കാര്യം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തൻ്റെ സങ്കടം കേട്ടോണ്ട് അവർക്ക് എന്താ ഗുണം? എല്ലാവർക്കും അവരുടെ സമയത്തിന് വിലയുണ്ടല്ലോ. താൻ എൻ്റെ സമയത്തിന് വില തന്നോണ്ടല്ലേ ഇപ്പൊ എൻ്റെ മുന്നിലിരിക്കുന്നത്. തമ്മിൽ മുൻപരിചയമില്ലാത്ത രണ്ടുപേര്, ഈ ഒരു കണ്ടുമുട്ടൽ ഇൻട്രസ്റ്റിംഗ്. ഇവിടെ വരുന്ന ഓരോ ആളും ഓരോ തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. കാണുമ്പോൾ എന്തൊക്കെയാണെന്ന് തോന്നിയെങ്കിലും അതിനെല്ലാം ഒരു കുമിളയുടെ ആയുസേ ഉള്ളൂ. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ എന്തേലും ഓർഡർ ചെയ്യ്. എന്താ വേണ്ടേ? ബിരിയാണി മതി. ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയരും ചാരത്തോ അനുരാഗത്തീയരിയുമ്പോൾ നാം ഉണരാതെ അറിയുന്ന മഴയുള്ള രാവിന്റെ കൊതിയാണ് നീ. മഞ്ഞായി നിന്നു വേലായി ഞാൻ വന്നു, ഒരു ശ്വാസക്കാറ്റിൽ പൊലിയാമെന്നോർത്തു. അകലാനോ കലരാനോ കഴിയാതെ നാം
ഇടനെഞ്ചിൽ വീഴുന്ന മലർവാക നിറമുള്ള കനവാണ് നീ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? നമ്മളോ? ഇല്ല. നല്ല പരിചയം തോന്നുന്നുണ്ട്. ചിലപ്പോൾ തോന്നിയതായിരിക്കും. ഇവന്മാര് രണ്ടും പൊതുവെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ടാവും. അങ്ങനെ കണ്ടതായിരിക്കും. ആ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ക്ഷമിക്കണം കേട്ടോ, ഞാനേ കൂടെ ജോലി ചെയ്യുന്നൊരു കുട്ടിക്ക് പെട്ടെന്ന് സുഖമില്ലാതെയായി. അപ്പോൾ ആ കുട്ടിയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നു, അതാ വരാൻ വൈകി. അതൊന്നും കുഴപ്പമില്ല, മോളെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പം നിങ്ങൾക്കും കൂടെ സമ്മതമാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താം. ഇവൻ്റെ ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് എൻഗേജ്മെൻറ്റ് നടത്തണം എന്നാ ഞങ്ങൾക്ക്. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. മോള് ധൈര്യമായിട്ട് അങ്ങോട്ട് പോര്, ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. മോളോട് യാത്ര. ശരിയെന്ന്. ആ, ഇതെന്താ ഇപ്പം ഇങ്ങനൊരു മഴ? മഴ നല്ലതല്ലേ? ആ, എന്നാ ശരി. കഴിവേറി നിന്നെ ഞാനുണ്ടല്ലോ, ഇനി ഇങ്ങനെയുള്ള പ്രാന്തന്മാരും കൊണ്ട് വിട്ടാണ്ടല്ലോ. അവനെന്താ മരുന്നൊക്കെ അടിച്ചാൽ കൊച്ചിനെന്തൊക്കെ ചെയ്തതെന്നറിയോ? ഞാനവളെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. ആ മോളെ, അച്ഛൻ വരുന്നടാ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. എടാ, ഈ കല്യാണം എങ്ങനെയും മുടക്കണം. അമ്മ ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എടാ, നിനക്ക് എന്താടാ? അയാൾക്ക് നമ്മൾ മനസ്സിലായിട്ട് പോലും ഇല്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ്. എടാ, നമ്മളെപ്പോലുള്ള ആളുകളെ പുള്ളി സ്ഥിരമായിട്ട് കാണുന്നതാ. പോരാത്ത അന്ന് നീ മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ? ഏത് നേരത്താണോ നിന്റെ കോണത്തിലെ വാക്കും കേട്ട് പോവാൻ തോന്നി? എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുള്ളതെന്ന്. അവിടെ ഞാനിരുന്ന് അനുഭവിച്ച ടെൻഷന് കൈയും കണക്കൂല്ലായിരുന്നു. പുള്ളിക്കെങ്ങാനും നമ്മളെ മനസ്സിലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അമ്മയെങ്ങാനും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എടാ, നീ ടെൻഷൻ അടിക്കണ്ട, അത് അത്ര വലിയ കാര്യമൊന്നുമില്ല ഇപ്പത്. എന്തോന്ന്? എന്നിട്ട് നീ അവിടെ ഇരുന്ന് വേർക്കണ്ടായിരുന്നല്ലോ. എടാ, പുള്ളീനെ അങ്ങനെ പെട്ടെന്ന് കാണുമ്പോ ആരാണേലും ടെൻഷൻ അടിച്ച് പോവില്ലേ? അത്രേ ഉള്ളൂ. എടാ, പിന്നെ പുള്ളിയായിട്ട് ഇത് ആരോടും പറയാനും പോണില്ല. അവിടെ പുള്ളി മാന്യനാ. പിന്നെ പുള്ളിയായിട്ട് ഇങ്ങനെ ഒരു നാറിയ പരിപാടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരും അറിയാണ്ടിരിക്കേണ്ടത് പുള്ളീന്റെ കൂടെ ആവശ്യമാ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. വേണ്ടടാ, അത് ശരിയാവില്ല. കുറ്റബോധം കൊണ്ട് ഒരിക്കലും സമാധാനം കിട്ടില്ല. അത് പോട്ടെ, വിധിച്ചിട്ടില്ല എന്ന് കരുതിയത്. എന്നാലിപ്പോ ആ നാൻസി എവിടെ ആയിരിക്കും ഉള്ളേ? ആവോ, പറയാണ്ട് പോയതല്ലേ. എന്നാലും എന്തായിരുന്നു അന്ന്? ഞാനൊന്നും പറയണില്ല. എന്താ അമ്മേ? ഇവിടെ എന്താ വാലടിച്ചിട്ട് രണ്ടും കൂടെ പരിപാടി? ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കായിരുന്നു. എടാ, അഞ്ജലിയുടെ അച്ഛൻ വിളിച്ചിരുന്നു. എന്തിന്? അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ലാന്ന്. അവര് നാട്ടിൽ തന്നെ ജോലിയുള്ള ആരെങ്കിലും ആണ് നോക്കണെന്ന്. ആണോ? കുഴപ്പമില്ല അമ്മേ. നിനക്ക് വിഷമായോ? കുഴപ്പമില്ല, ഓക്കെയാണ്. ശരി. ആ, അതെങ്ങനെ മുടക്കുന്നു ഓർത്തിരിക്കായിരുന്നു. എന്തായാലും മുടങ്ങി കിട്ടിയില്ല. എടാ, ഇത് ഉടായിപ്പാണെന്നാ തോന്നുന്നത്. നീ കല്യാണാലോചന ആയിട്ട് പോകുന്നതിന് മുമ്പേ അറിയില്ലായിരുന്നോ നീ പുറത്താണ് ജോലി ചെയ്യുന്നതെന്നുള്ളത്?
എൻ്റെ ബലമായ സംശയം അയാൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നാണ്. എന്തായാലും മുടങ്ങിയില്ലോ. ഇനി പുള്ളി എന്തെങ്കിലും ചെന്ന് പറഞ്ഞു കാണുമോ? അതോർത്തിട്ട് നീ എന്തായാലും പേടിക്കണ്ട. അയാളുടെ കുഴി എന്തായാലും അയാളായിട്ട് തോണ്ടൂലല്ലോ. എടാ ശരിയെന്നാ ഞാൻ ഇറങ്ങട്ടെ. സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കോ. ഒരു പെണ്ണ് സെറ്റായപ്പോഴത്തേക്കും വൻ സാഹിത്യകാരനായല്ലോ. കോപ്പു. അളിയ എന്തായി? അവളുടെ ബർത്ത്ഡേ ആണ്. സോ അതിന്റെ ഓ നന്നായി. അല്ല എന്തായി പെണ്ണാണല്ലോ. ഓ അത് നടക്കില്ലടാ. അവർക്ക് നാട്ടിലുള്ളവരെ മതിയെന്ന്. സാലടാ. പിന്നെ എന്റെ കല്യാണത്തോടെ ലീവിന് വരുമ്പോ ഉണ്ടാവട്ടോ. അവള് വിളിക്കണ്ട്. ഞാൻ ഇപ്പൊ വിളിക്കാം. കൺഗ്രാജുലേഷൻസ്. അല്ല നീ ആളാരാന്ന് പറഞ്ഞില്ല. എടാ എടാ അങ്ങനെ അവനും പെണ്ണായി. വരും, വരാതിരിക്കില്ല. ശോ, എന്തൊരു കഷ്ടമാണ്. ഇവനിത് എവിടെ പോയി കിടക്കാണ്? അമ്മേ, എന്നെ മനസ്സിലായില്ലേ? ഞാനമ്മേ അഞ്ജലി. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അമ്മ എന്താ ഇവിടെ? ഞാനേ ഉഷ ഡോക്ടറെ കാണാൻ വന്നതാ. എല്ലാ മാസവും ഉള്ളതാ. മോളെന്താ ഇവിടെ? എന്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നേ നേഴ്സായിട്ട്. അപ്പൊ അവളെ ഒന്ന് കാണാൻ വന്നതാ. അത് ശരി. ചേട്ടൻ? അവന് സുഖമായിരിക്കണോ? ഇത്തവണ പോണേനുമ്പെങ്കിലും എൻഗേജ്മെന്റ് നടത്തണമെന്നുണ്ടായിരുന്നു. നടക്കുമെന്ന് തോന്നണില്ല. മോളെ കണ്ടതിന് ശേഷം 1-2 പേരെ കൂടി കണ്ട്. പക്ഷെ അവനൊന്നും അങ്ങോട്ട് ഇഷ്ടാവണില്ല. അതാ. എന്തു പറ്റി അമ്മേ? അവനെന്നെ ഇവിടെ ആക്കിയിട്ട് പോയതാ. എന്നോട് കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് കോള് പോണില്ല. അതാണ്. നോക്കട്ടെ, ഒന്ന് നോക്കിയേ. എന്തു പറ്റിയാവോ? നെറ്റ്വർക്ക് പ്രോബ്ലം എന്തോ ആയിരിക്കും. കുഴപ്പമില്ല, എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. ഈ നമ്പർ ഒന്ന്. കോൾ വന്നിട്ടുണ്ടമ്മേ. ഹലോ ഹലോ. എടാ അമ്മയോ? ഇതേതാ നമ്പർ? അത് പിന്നെ പറയാം. നീ എത്താറായോ? ഞാൻ ദേ വന്നോണ്ടിരിക്കുക. അവിടത്തെ കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞ്. ഡോക്ടർ എത്താൻ വൈകി, അതുകൊണ്ടാ താമസിച്ച. നീ എപ്പ എത്തും? ഞാൻ ഒരു 10 മിനിറ്റ്. അപ്പ 1/2 മണിക്കൂർ. പോമേ, ഞാൻ ദേ എത്തി. എന്നാ ശരി, വേം വാടാ. ഓക്കെ. ശരി. ഇതാ മോളെ, കിട്ടി. ഹലോ. എടാ, നിന്നെ ഞാൻ കണ്ട്. ഞങ്ങൾ ഈ നേരെയുള്ള ബേക്കറിയിലുണ്ട്. നീ ഇങ്ങോട്ടേക്ക് വാ. ഞങ്ങളോ? ആരാ കൂടെ? അല്ല, ഇതാര നമ്പറാ? അതൊക്കെ നേരിട്ട് പറയാം. നീ ഇങ്ങോട്ട് വാ. അന്ന് അമ്മയൊക്കെ വന്നു പോയ പിന്നെ 2 കൂട്ടരും വന്ന് കാണാന്. അച്ഛനാവൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. സത്യം പറഞ്ഞ എനിക്ക് മനസ്സുകൊണ്ടൊരു താല്പര്യം തോന്നിയത് അമ്മേനോടും ചേട്ടനോടും മാത്രം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അച്ഛനാണല്ലോ. അത് ശരിയാ. അച്ഛനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല. അഞ്ജലി പറ. അവൻ വന്നല്ലോ. ഞാൻ അമ്മേനെ അവിടെ നോക്കുമായിരുന്നു. നിന്നെ കാണാതായപ്പോ മോളുമായിട്ട് ഒരു നാരങ്ങവെള്ളം കുടിക്കാന്ന് കരുതി. മോളോ? ഇരിക്കടാ.
നീ എന്താ അവളോടൊന്നും മിണ്ടാത്ത? അല്ല എന്താ അവിടെ? ഞാൻ അമ്മ പോയ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളെ കാണാൻ പോയതാ. അപ്പോഴാ അമ്മയെ കണ്ടത്. ഞാൻ നിന്നെ വിളിച്ചിട്ട് കോള് പോണില്ല, അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കൃത്യസമയത്ത് മോളെ കണ്ടത്. അതുകൊണ്ട് നന്നായി. ആ നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്താ ഇവിടെ കഴിച്ചാ പിന്നെ അവിടെ പോകുമ്പോൾ ഞാൻ കഴിക്കാൻ പറ്റില്ല. മറന്നുപോയി. ഞങ്ങളെ ഇവൻ നാട്ടിലുള്ളപ്പം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പം തിരിച്ചു പോണ വഴി ബീച്ചിൽ പോവേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. അതാ. ഓക്കെ. മോള് വാ, നമുക്ക് ബീച്ചിലൊക്കെ പോയിട്ട് പോണ വഴി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അയ്യോ അത് ചുമ്മാ വാന്നേ, ഒരു രസമല്ലേ. ആ വരാം. എന്നാ പോയേക്കാം. വാ. മണിമയിൽ പീലിയാകും കണ്ണിൽ കുട നിവർത്തുന്നു നീലാകാശം വീണ്ടും വീണ്ടും. ഇരു മനസ്സിന്റെ ആമ്പൽ ചെപ്പിൽ വിരൽ തലോടുന്ന മഞ്ഞിൻ കാറ്റിൽ ഈറൻ മോഹം ഏറവേ. മാരിമുകിലേ കൂടെ പൊഴിയൂ സ്നേഹം പുതയ്ക്കുന്ന രാവിൽ അരികെ. ഹിമമലരുകൾ മെയ്യും കൂട്ടിൽ നീയും ഞാനും മാത്രം ശ്വാസങ്ങൾ വേഗം തേടുന്നു. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്നു പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി. തിരിനാളമായ താരകങ്ങൾ പോലും ഇഴിച്ചിന്തി മായുന്നു നാണം പൊതിയേ. കനവുകളെല്ലാം കാതിൽ പറയുകമല്ലേ, ഞാനോ അതിലികൾ നീർത്ത പാട്ടിലുള്ള ശ്രുതിയാവാം. നിലവുകളെല്ലാം പ്രാവായി കുറുകുവിനേരം ദൂരെ ഒരു കുറുമ്പിന്റെ കൊഞ്ചലിന്ന് കാതോർക്കാം. നിറവ് തേടുന്ന യാത്രയിൽ ചുരവഴികൾ നേരുന്നു ഭാവുകം. ചിരികൾ പൂക്കുന്ന പുതിയ കാലത്തെ ഇതിലെ വരവേൽക്കാം. നിവർത്തുന്നു നീലാകാശം വീണ്ടും വീണ്ടും. ഇരു മനസ്സിന്റെ ആമ്പൽ ചെപ്പിൽ വിരൽ തലോടുന്ന മഞ്ഞിൻ കാറ്റിൽ ഈറൻ മോഹം ഏറവേ. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്ന് പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി. തിരിനാളമായി
വന്നോ? സംസാരിച്ച് വെച്ചത് നോക്കുമ്പോൾ അവർക്ക് ഓക്കെ എന്ന രീതിയിലാണ് പോയേ. അച്ഛനും മാമനും എല്ലാവർക്കും ഇഷ്ടമായി. മോൾക്ക് ഇഷ്ടായോ? അങ്ങനെ ചോദിച്ചാ സംസാരിച്ച് വെച്ച് കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഇഷ്ടായി. അച്ഛൻ ആദ്യമായിട്ട് ഇത്ര പോസിറ്റീവായിട്ട് പറയുന്നേ. അല്ല, മോള് പറഞ്ഞത് ആള് UK-ലാണെന്നല്ലേ? നാട്ടിലുള്ളവർക്ക് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? അതാ എനിക്ക് മനസ്സിലാവത്തെ. ഞാനത് ചോദിച്ചു അച്ഛനോട്. അപ്പൊ അച്ഛൻ പറഞ്ഞു നിന്റെ ഭാഗ്യമാണ്, നല്ല കുടുംബക്കാരാണെന്നൊക്കെ. മോളെ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എടാ, നീ തന്നെയല്ലേ പറഞ്ഞ ഈ കല്യാണം എങ്ങനെങ്കിലും മുടക്കണം എന്നുള്ളത്. എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാ എങ്ങനെയാ? എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവളെ തന്നെ കെട്ടണം. നീ എന്തെങ്കിലും ഒരു വഴി പറ. എന്തോ വിട്ടളയെന്ന് തോന്നുള്ള ദൈവമായിട്ട് കൊണ്ടു തന്ന പോലെ എനിക്ക് തോന്നണം. അല്ലെങ്കിൽ പിന്നെ ഇതിന് അവൾ എൻ്റെ ലൈഫിലേക്ക് വീണ്ടും വന്ന്. നീ ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ല്. എടാ, അവളുടെ തന്തപ്പിടി പറഞ്ഞ ഓർമ്മല്ലേ നിനക്ക്? നാട്ടിലുള്ള ഏതെങ്കിലും ചെറുക്കന്മാർക്ക് അവളെ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്ന്. എടാ, നിന്നെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇറക്കിയ ഒരു അടവാണിത്. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എനിക്കും അങ്ങനെ തോന്നി. നമുക്ക് അവളോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് തന്നെയല്ലടാ ഞാൻ എന്നോട് മുമ്പ് പറഞ്ഞേ. അപ്പൊ നീ എന്നോട് എന്താ പറഞ്ഞേ? ആക്കെ വിട്. എടാ, നീ ഇതും പറഞ്ഞോണ്ട് അവളുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവള് നിന്നോട് എങ്ങനെ പ്രതികരിക്കാന്നുള്ളതിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? അവള് തന്നെ വിശ്വസിക്കോ? എടാ, അവള് തന്നെ ആട്ടി ഇറക്കി വിടും. പോണെങ്കി പോട്ടെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ശ്രമിക്കാത്തതിന്റെ പേരില് പിന്നീട് റിഗ്രറ്റ് ചെയ്യണ്ടല്ലോ. എടാ, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? എടാ, ഇതൊരുമാതിരി സെൽഫിഷ് പരിപാടിയാണ്. അവൾ ഇത്രയും കാലം സ്നേഹിച്ച അവളുടെ അച്ഛന്റെ നാറിയ മുഖം മൂടിയാണ് നമ്മൾ വലിച്ചു കീറാൻ പോകുന്നത്. ഇല്ലാത്തൊന്നുമല്ലോ പറയാൻ പോണേ, സത്യമല്ലേ? പുള്ളിയൊന്ന് സംസാരിച്ചു നോക്കിയിട്ട് പുള്ളി ഒരു നാറിയാണ്. നീയും കേട്ടതല്ലേ? അപ്പൊ പിന്നെ കുറ്റബോധത്തിന്റെ കാര്യമൊന്നുമില്ല. നീ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. എന്താടാ രണ്ടും കൂടെ പരിപാടി? ഒന്നുമില്ല. ഞങ്ങൾ നിനക്ക് അഞ്ചുമോളെ ഇഷ്ടാണോ? എടാ പുത്ര, നിനക്ക് അഞ്ജലി മോളെ ഇഷ്ടാണോന്ന്? ഇതെന്താ ഇങ്ങനെ ചോദിക്കാൻ? ആണോ അല്ലയോ? അല്ല. എന്താന്ന്? അല്ല, ഇഷ്ടാണ്. കല്യാണം കഴിക്കുന്നോ? അതിന് പുള്ളിക്കാരിയുടെ അച്ഛൻ സമ്മതിക്കണ്ടേ? നീ നാളെ അഞ്ജലി മോളെ വിളിക്കണം. നിനക്ക് പറയാനുള്ളതൊക്കെ പറയണം. ബാക്കി കാര്യമൊക്കെ അമ്മ നോക്കിക്കോളാം, കേട്ടല്ലോ? എടാ, ഞാൻ ഏറ്റുന്ന്. എടാ, നിനക്ക് വണ്ടി ഓടിക്കാനുള്ളതല്ലേ, കൂടുതലാവണ്ട. ഇല്ല, നിർത്തി. ഇതും കൂടെ ഉള്ളു. നിർത്തിക്കോ. എനിക്കറിയാം തനിക്ക് അച്ഛനാണല്ല എന്ന്. അച്ഛൻ്റെ തീരുമാനങ്ങൾക്ക് എതിർത്ത് താനൊന്നും ചെയ്യില്ല എന്നും അറിയാം. പക്ഷെ എനിക്കെന്തോ തന്നെ വിട്ടുകളയാൻ തോന്നണില്ല. അമ്മയ്ക്കും ഇനി തൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ കഴിയുമെന്നും അറിയില്ല. എനിക്കും അങ്ങനെ തന്നെയാ. ഞാൻ പലവട്ടം ആലോചിച്ചു തന്നോടത് പറയണോ വേണ്ടയോന്ന്. പക്ഷെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു കാലത്ത് സമാധാനം കിട്ടില്ല. ഞാനത് പറഞ്ഞ താനെങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല എനിക്കറിയില്ല. എന്താ പ്രശ്നം? എന്തു പറ്റി? എന്താണല്ലോ എന്നോട് പറഞ്ഞോ? എന്നോടല്ലേ, പിന്നെന്താ? എൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് നിനക്കറിയാലോ? ആ, അറിയാം. അതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്നതല്ലേ. അതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നേ? ആ ബ്രേക്കപ്പിന് ശേഷം എൻ്റെ മെൻ്റൽ കണ്ടീഷൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അത്രയും നാൾ എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നില്ലാണ്ടാവുമ്പോഴുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. എനിക്ക് മനസ്സിലാവും. അന്നൊക്കെ രാത്രി കണ്ണടച്ച അവളുടെ സംസാരമായിരുന്നു എൻ്റെ മനസ്സിൽ. ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ അവസ്ഥ മനസ്സിലാക്കാനോ കേൾക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാ ഞാൻ നാൻസിയെ കണ്ടുമുട്ടുന്നത്. എൻ്റെ മുന്നിൽ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഒരു കാഷ്വൽ മീറ്റ് മാത്രമായിരിക്കുന്നത് ഞാൻ കരുതിയത്.
നാൻസി എന്നെ ഒരു മടുപ്പും കൂടാണ്ട് കേട്ടിരുന്നു. പിന്നീട് ഞങ്ങൾ പലവട്ടം കണ്ടു. അന്നൊക്കെ എനിക്ക് നാൻസി വലിയൊരു റിലീഫായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു പെണ്ണിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് നാൻസി എന്നാണ്. ഇതൊക്കെ നീ എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ അന്ന് അതെൻ്റെ ശരികളായിരുന്നു. നാൻസിയായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഇതൊക്കെ ഒരു 4 വർഷം മുമ്പാണ്. അത് മറന്നേക്ക്. എന്നോടെല്ലാം തുറന്നു പറഞ്ഞല്ലോ, അത് മതി. പക്ഷെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ്. രോഹിത്തിൻ്റെ ആൽബത്തിൽ തൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ്, നീയാണ് എൻ്റെ പെണ്ണെന്ന്. വീട്ടിൽ വന്ന് എല്ലാം സംസാരിച്ച് അച്ഛൻ്റെ ഫോട്ടോ കാണുന്നത് വരെ അതങ്ങനെ തന്നെയായിരുന്നു. അച്ഛനെന്താ? അച്ഛൻ്റെ ഫോട്ടോ അച്ഛനെന്താ പ്രശ്നം? ഇത്രയും കാലം ഞാൻ ഒരു കല്യാണം പോലും കഴിക്കാതെ ജീവിച്ചത് നിനക്ക് വേണ്ടിയിട്ടാ. ആ നീയാണ് ഇന്നെൻ്റെ തീരുമാനത്തെ എതിർത്ത് സംസാരിച്ചത്. നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ആ ബിബിൻ്റെ കാര്യം, ആ ആലോചന ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അതിന് വ്യക്തമായൊരു കാരണമുള്ളതുകൊണ്ടാണ്. അത് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാ. അളിയ, മോക്കതാണ് ഇഷ്ടമെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്താൽ പോരെ? അവളുടെ സന്തോഷമല്ലേ അളിയ നമുക്ക് വലുത്. രതീഷ, നീ എന്തായിരുന്നിട്ടാ ഈ പറയണത്? ആ ബിബിൻ്റെ ആലോചന അത് ശരിയാവില്ല. അത് അളിയ, ഞാൻ അന്വേഷിച്ചിടത്തോളം വെച്ചിട്ട് നല്ലൊരു പയ്യനാ. പിന്നെ ഈ സർക്കാർ ജോലി ഇല്ലയെന്ന് വെച്ചപ്പോൾ എന്താ ഇപ്പം ഈ വന്നിരിക്കുന്ന ആലോചന? സർക്കാർ ജോലിയാണോ? ഷെഫല്ലേ? അല്ല, എനിക്ക് അറിയാൻ വയ്യാനായിട്ട് ചോദിക്കുക. അളിയൻ്റെ പ്രശ്നം എന്താ? രതീഷ, നീ ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. അച്ഛാ, ബിബിൻ എല്ലാം പറഞ്ഞു എന്നോട്, എല്ലാം. അവനോ? അവനെന്തു പറഞ്ഞു എന്ന്? എന്താവാൻ? ഒന്നായില്ല, ആവാൻ പോണേ ഉള്ളൂ. നിനക്കെന്തടാ? വെച്ചിട്ട് പോടാ. ഇവനെ കൊണ്ട് എടാ, നിനക്കെന്താ? നിങ്ങോട്ട് വിളിച്ചോണ്ടല്ലോ, വെച്ചിട്ട് പോടാ. ജിനു, അവൻ ചുമ്മാ. നമുക്ക് കിടന്നാലോ? അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ? അച്ഛനെ അറിയാം, എൻ്റെ ഇഷ്ടങ്ങളും. പേടിക്കണ്ട, അവൾക്കിപ്പോഴും നിങ്ങളവളുടെ പ്രിയപ്പെട്ട അച്ഛൻ തന്നെയാണ്. ഞാനൊന്നും പറഞ്ഞില്ല, പറയാൻ വേണ്ടി തന്നെയാണ് പോയെ. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. അവളുടെ ഹീറോ ആയിട്ടുള്ള അച്ഛന് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് അറിഞ്ഞാൽ അവളത് സഹിക്കില്ല. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തണം എന്നേ എനിക്ക് പറയാൻ പറ്റൂ. പോട്ടെ. അന്ന് ഞാൻ ലോഡ്ജിൽ നിന്ന് നാൻസിയായിട്ട് ഇറങ്ങി വന്നത് തൻ്റെ അച്ഛൻ്റെ മുന്നിലേക്കായിരുന്നു. ആ ലോഡ്ജിലെ നൈറ്റ് ഷിഫ്റ്റിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ആയിരുന്നു തൻ്റെ അച്ഛൻ. നമുക്കിങ്ങനെ കിടന്നാൽ മതിയോ?
ചെന്ന് നോക്കിയേ. ഇപ്പൊ വരാവേ. അളിയ നീയാ? അളിയ സർപ്രൈസ് ആയില്ലേ? പിന്നെ സർപ്രൈസ് തരാൻ പറ്റിയ സമയം. കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഫ്ലൈറ്റ് ഞാൻ നേരെ പോകുന്നു. ആ പെങ്ങളെ, ഞാൻ ആന്റണി, ഇവന്റെ സ്കൂളിൽ നിന്നിട്ടുള്ള ഫ്രണ്ടാ. അതും പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? അളിയ നിനക്ക് വേറെ സർപ്രൈസും കൂടി ഉണ്ട്. തീർന്നില്ലേ? മോളു കേറി വാ. താൻ ഇറങ്ങുമല്ലേ? ഇനിയിപ്പോ എവിടേക്കാ? ഞാൻ ഇവിടെ വന്നിട്ട് 3 ദിവസമായി. ഇന്നിനി എന്തായാലും നാട്ടിലോട്ട് പോകണം. നെക്സ്റ്റ് വീക്ക് എക്സാം തുടങ്ങല്ലേ, സോ അപ്പോഴേക്കും തിരിച്ചു വരണം. എവിടാ പഠിക്കുന്നത്? അപ്പം ശരി. താങ്ക് യു. ശരി. തൻ്റെ നമ്പർ ഒന്ന് തരാമോ? ഇടയ്ക്ക് വിളിക്കാലോ. അത് വേണ്ടടോ. ഇനി നമ്മൾ തമ്മിൽ കാണുമെന്ന് പോലും അറിയില്ല. എനിക്ക് തന്നെ പറ്റിയോ തനിക്ക് എന്നെ പറ്റിയോ കൂടുതൽ അറിയത്തുമില്ല. അറിയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ രാത്രി അതവിടെ തീർന്നു. ഈ നമ്പറൊക്കെ ഒരു ബാധ്യതയല്ലേ? ഓക്കെ. എണീക്ക് വാ പോവാം. എടാ നീ വന്നാ? എടാ നേരം വെളുത്ത്. അയാൾ ഇത്രയും നേരം നിന്നെ കാത്തു നിൽക്കുമായിരുന്നു. ഇപ്പം അങ്ങ് പോയുള്ളൂ. എടാ അളിയ എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ ഉണ്ട്, പറയാം. ഒന്ന് പറയടാ. ത്രില്ലടിച്ചിട്ട് നിൽക്കാൻ പറയടാ. അമ്മ കഴിക്കാൻ എടുത്തോ. എടാ കഴിക്കാൻ വരുമ്പോഴെങ്കിൽ ആ ഫോണൊന്ന് മാറ്റി വെക്ക്. ഇന്നലെ ആ വേണു വിളിച്ചിരുന്നു. നിന്റെ വിസയുടെ കാര്യം ഏകദേശം എന്തൊക്കെയോ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എടാ ഞാൻ നിന്നോടാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? വേണു വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന്. നിന്റെ വിസയുടെ കാര്യമൊക്കെ ശരിയായിട്ടുണ്ട്. ഏതാണ്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചോളാം. ആ വിളിച്ചാൽ നിനക്ക് കൊള്ളാം.
എന്താടാ? എടാ കുട്ടാ, എവിടെ? ഇന്ന് കോളും മെസ്സേജ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചു നോക്കിയതാ. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇന്നലെ ഈ സമയത്തൊക്കെ എന്തായിരുന്നു? എനിക്ക് മനസ്സിലാവും. നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്താ കുട്ടാ, നിനക്കൊരു മൂഡ് ഓഫ് പോലെ? എന്താ പറ്റിയേ? നിനക്ക് പറ്റുമെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആരോടാണെന്ന് ചോദിച്ചാൽ നാൻസിയുടെ ആ നമ്പർ ഒപ്പിച്ചു തരൂ. രാവിലെ തൊട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലായിരുന്നു തപ്പ. നിനക്ക് ഇന്നലെ അവളോട് നേരിട്ട് അങ്ങ് ചോദിച്ചാ പോരായിരുന്നാ? ഞാൻ ചോദിച്ചതാടാ, തന്നില്ല. അല്ല, നിനക്കിപ്പോ നമ്പർ കിട്ടിട്ട് എന്താ കാര്യം? എന്തോ അവളങ്ങ് മനസ്സിൽ നിന്ന് പോണില്ല. നട്ടപ്പാതിരായപ്പോ വീണ്ടും തുടങ്ങിയല്ലേ? ഒന്ന് പോണം. അത് അങ്ങനെയൊന്നും അല്ല. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒന്ന് തപ്പിത്താ. ഞാനൊന്ന് നോക്കട്ടെ. ആ ശരി. ഹായ്. ഓ ബിപിൻ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. താനിപ്പോ എവിടെ നിന്ന് വന്നു? അതൊക്കെ വന്നു. നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? എന്താ അഭിപ്രായം? ആവാം. ലൈം പോരെ? 2 സോഡ. ഓക്കെ. വേറെ എന്തെങ്കിലും കഴിക്കാൻ? ലോഡ്ജിൽ അന്വേഷിച്ചപ്പോൾ താൻ അവിടെ ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങോട്ട് പോവാറില്ല. താൻ എന്തിനാ എന്നെ അന്വേഷിച്ചേ? എന്താണെന്നറിയില്ല. അന്ന് രാത്രി ബായ് പറഞ്ഞു പോയതിനു ശേഷം താൻ എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തു. മനസ്സിൽ നിന്ന് പോയില്ല. എന്താ, പ്രേമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഒരിത്. ഇതെല്ലാം ആണുങ്ങൾക്കുള്ളതാ. ആ ഒരു കാരണം കൊണ്ടാ ഞാൻ ആർക്കും നമ്പർ കൊടുക്കാത്തത്. ഇതുപോലെ ബാധ്യതയാവും. എൻ്റെ ഫീലിങ്സ് തന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഈ ഫീലിങ്സ് തനിക്ക് പതിവാണല്ലേ? കമോണിയർ, തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ? എന്തോരം കഷ്ടപ്പെട്ടു? തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണേ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാ വരിക. ഓരോ രാത്രി കഴിയുമ്പോഴും മിക്ക ആളുകളിൽ നിന്നും കേൾക്കുന്ന ക്ലീശേ ഡയലോഗാണിത്. വേറൊന്നുമില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് തന്നോടങ്ങനെ പ്രേമമൊന്നുമില്ല, എന്നാലും ഒരിത്. നമുക്ക് കുറച്ചാൾ കമ്പനി അടിച്ച് നടന്നാലോ? എന്നാ ശരി, ബൈ. നാൻസി, എന്താ? താൻ കാശിന് വേണ്ടിയല്ലേ ലോഡ്ജിൽ വരുന്നത്? ആ കാശ് ഞാൻ തരാം. അവിടുന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഞാൻ തരാം. എങ്കിലും ഒന്ന് ട്രൈ ചെയ്തൂടെ? താൻ എന്തൊക്കെയാ പറയണേ? ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു അറിയില്ലേ? എനിക്കിനി ഒരു സീരിയസ് റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല. സോ താൻ സേഫാ. എനിക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്പേസ്. ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളെ. തനിക്കാണെങ്കിൽ ക്യാഷും എൻജോയ്മെൻറ്റും അത് ഞാൻ തരാം. ഒന്നോർത്താ നമ്മൾ രണ്ടുപേരും ആവശ്യക്കാരാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു റെൻറ്റഡ് ഹാർട്ട്. താനൊന്ന് ആലോചിക്കുക. ഇതാണ് എൻ്റെ നമ്പർ, വിളിച്ചാൽ മതി. ഹലോ, ആരെന്ന് മനസ്സിലായോ? നാൻസി അല്ലേ? കൊള്ളാലോ, പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. പിന്നല്ല, ഞാൻ കരുതി താൻ വിളിക്കില്ല. ഒരു കുലുക്കി കുടിക്കാൻ പോയാലോ? പോവാം. ശരി.
ശരി, വണ്ടി എടുക്ക്. നിൻമിഴിയിൽ വിഴിനട്ട് കൺപീലി ചിമ്മാതെ നിന്നെ എൻ ചുമരിൽ വിരലോട് നിൻ പേര് ചേർക്കുന്നു താനേ. ഉള്ളറയിൽ നിധി പോലെ ഞാൻ കാത്തുവെച്ചേറെ നിന്നെ എന്നുയിരിൻ നിഴലേ മായാതെ. ഉറവേ ഇരവിലെ ചില്ലു കിരണമായി തെളിയു നീ. നിറവേ കനവിലെ മഞ്ഞുപാളിയിൽ മിന്നി നീ. ഉറവേ ഇരവിലെ ചില്ലു കിരണമായി തെളിയു നീ. നിറവേ കനവിലെ മഞ്ഞുപാളിയിൽ മിന്നി നീ. ഒരു വാൽ കണ്ണാടി തോൽക്കും അണിമെയ്ത്താരോടെ മുന്നിൽ വിരിയും ചേലാണ് നീ. ചൊടിയിൽ പവനുതിരുമോരോ മൊഴിയും തേനൂറിടും പൂവെന്ന പോൽ തോന്നുന്നുവോ. നിൻമിഴിയിൽ വിഴിനട്ട് കൺപീലി ചിമ്മാതെ നിന്നെ എൻ ചുമരിൽ വിരലോട് നിൻ പേര് ചേർക്കുന്നു താനേ. ഉള്ളറയിൽ നിധി പോലെ ഞാൻ കാത്തുവെച്ചേറെ നിന്നെ എന്നുയിരിൻ നിഴലേ മായാതെ. എന്താ നീ ആലോചിച്ചു കൂട്ടുന്നേ? കോഴ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ പ്ലാൻ? തീരുമാനിച്ചിട്ടില്ല. 1-2 നല്ല ജോബ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, നോക്കണം. അപ്പോൾ ഇവിടുന്ന് പോവോ? പോവാതെ പറ്റുമോ? കുറേ ആയില്ലേ ഈ ഒരു ഓട്ടം തുടങ്ങിയിട്ട്. എന്നെ അറിയാത്തൊരു സ്ഥലം, എനിക്ക് എൻ്റേതായൊരു സ്പേസ്, അതൊരു ഡ്രീമാ. നിനക്ക് പോവാതിരുന്നോടെ? എങ്ങനെ? നമുക്ക് കല്യാണം കഴിക്കാം. ആഹാ, കൊള്ളാലോ. തമാശയല്ല, നീ വട്ട് പറയണ്ട, പോയേ. ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ. നമുക്ക് തമ്മിൽ നന്നായിട്ട് അറിയാലോ, പിന്നെന്താ? നിനക്ക് എന്നെ പറ്റി എന്താ അറിയാ ബേബി? ഞാൻ ആരാ, എന്താ, എങ്ങനെ, അങ്ങനെ എന്തേലും ഒന്നറിയോ? ഇതൊക്കെ എത്ര വട്ടം ചോദിച്ചാ? നീ പറയാഞ്ഞിട്ടല്ലേ? നിന്റെ പാസ്റ്റ് എന്തും ആയിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് നീ ഓക്കെയാണ്. ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കും. നീ വിചാരിക്കുന്ന പോലുള്ള ലൈഫല്ല എൻ്റെ. പറയാൻ അത്ര നല്ലതൊന്നും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല. നമ്മളൊക്കെ വെറുതെ തമാശയ്ക്ക് പറയാറില്ലേ എന്തൊരു ദുരന്താണെന്നൊക്കെ, അതുപോലെയാണ് എൻ്റെ ലൈഫ്. അത് കേട്ട നീയും ചോദിക്കും എന്ത് ദുരന്താണെന്ന്. ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അതൊക്കെ. പക്ഷേ ഇനി നീ അറിഞ്ഞേ പറ്റൂ. ഇവിടെ വേണ്ട, നമുക്കൊന്ന് പുറത്തു പോയാലോ? അപ്പം പണ്ട് വയനാട്ടിൽ തോട്ടത്തിൽ പണിക്ക് പോയതാ. പിന്നെ അമ്മച്ചിയായിട്ട് പ്രേമത്തിലായി അവിടെ തന്നെ അങ്ങ് കൂടി. ഞാനും അപ്പനും അമ്മച്ചിയും പിന്നെ അനിയത്തിയും. അടിപൊളിയായിരുന്നു ഞങ്ങൾ 4 പേരുള്ള ലൈഫ്. ഞങ്ങളുടെ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, മഴയൊക്കെ പെയ്താലില്ലേ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല, എല്ലാം അകത്ത് തന്നെ നിൽക്കും. ഞാനന്ന് +2 പഠിക്കുകയായിരുന്നു. നല്ല മഴയാ. ഞാനും അനിയത്തിയും എക്സാമിൻ്റെ സമയമായപ്പോൾ മഠത്തിലാണ് നിന്നത്. കാലത്ത് പള്ളിയുടെ മണിയുടെ ശബ്ദം കേട്ട
ഞാൻ എണീക്കുന്നത്. മലയിൽ ഉരുള് പൊട്ടി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീടുണ്ടായിരുന്ന സ്ഥലം മൊത്തം മലയിൽ നിന്ന് കുത്തി ഒലിച്ചു വരുന്ന ചളിയും മണ്ണും വെള്ളവും. ആ കൂട്ടത്തിൽ അപ്പനും അമ്മച്ചി അങ്ങ് പോയി. മഠത്തിലായതുകൊണ്ട് ഞാനും അനിയത്തിയും രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങള് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ആയിട്ടാ നിന്നത്. അവിടുത്തെ അവസ്ഥ അറിയാലോ. കുറച്ചധികം ഭക്ഷണം കഴിച്ചാൽ തന്നെ കണക്ക് പറയും. പിന്നെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയി തുടങ്ങി. അച്ചാർ കമ്പനിയിൽ പോകും, മെഴുകുതിരി ഉണ്ടാക്കാൻ പോകും. അങ്ങനെ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ജെറിയെ പരിചയപ്പെടുന്നത്. ജെറി എൻ്റെ ലൈഫിലോട്ട് വന്ന ശേഷം ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് തന്നെ. അവനായിരുന്നു എൻ്റെ ലോകം. അവൻ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഒരു വീടൊക്കെ വെച്ച് അവൻ്റെ കൂടെ കുട്ടികളൊക്കെ ആയി ജീവിക്കണം. അവിടെ നിന്നാ ശരിക്കും ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത്. പയ്യെ പയ്യെ എനിക്ക് ദൈവത്തിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങി. പക്ഷേ ആ വിശ്വാസം പോയി തുടങ്ങാൻ അധികാലം വേണ്ടി വന്നില്ല. ജെറി ജീവിക്കാൻ പഠിച്ചവനാ. അവന് ലൈഫിൽ സക്സസ് ആയാൽ മാത്രം മതി. അതിലോട്ടുള്ള എന്ത് വഴിയാണേലും അവന് പ്രശ്നമേ അല്ല. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് UK പോവാൻ അവനൊരു ഓഫർ കിട്ടിയത്. അവൻ UK പോയാൽ ഞങ്ങളുടെ ലൈഫ് സെറ്റാ. പക്ഷേ ഒരുപാട് കാശ് വേണമായിരുന്നു. അവനത് അവൻ്റെ മുതലാളിയുടെ അടുത്ത് ചോദിച്ചു. അയാളെ തരാമെന്നും പറഞ്ഞു. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, ഞാൻ അയാളുടെ കൂടെ കിടക്കണം. അയാൾക്ക് ആദ്യമായിട്ട് എന്നെ കണ്ടപ്പത്തിട്ടുള്ള ആഗ്രഹമാണത്രേ. അവനത് എന്നോട് വന്ന് പറഞ്ഞു. എന്നാലും ആ തെണ്ടിക്ക് എങ്ങനെ എന്നോട് വന്ന് പറയാൻ തോന്നി? ഞാൻ അവൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തു. പക്ഷേ അവനറിയായിരുന്നു എൻ്റെ വീക്ക് പോയിന്റ് എന്താന്ന്. നൈസായിട്ട് അവൻ ഇമോഷണൽ അപ്രോച്ച്മെന്റ് നടത്തി. ഞാനൊരു മണ്ടി അതിൽ വീണുപോയി. ഒന്ന് കണ്ണടച്ച ഞങ്ങള് രക്ഷപ്പെടുന്നു പറഞ്ഞ്, ഒന്ന് കുളിച്ച പോകുന്ന അഴുക്കേയുള്ളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി കാര്യം കഴിഞ്ഞ് കാശും വാങ്ങി അവൻ UK പോയി. ഇപ്പം ഹാപ്പിയായി കല്യാണമൊക്കെ കഴിച്ചിട്ട് അവിടെ ജീവിക്കണം. ഞാൻ അതിൽ നിന്നൊക്കെ പുറത്ത് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മരുന്നും കൗൺസിലിങ്ങും ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴാണ് സൈക്കോളജി പഠിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പോക്കറ്റ് മണിക്ക് വേണ്ടി സ്പായിൽ പോകുമായിരുന്നു. അനിയത്തിയുടെ ഫീസ്, എൻ്റെ ഫീസ്, പിന്നെ ഇവിടുത്തെ ചിലവൊക്കെ ആലോചിച്ചപ്പോൾ എന്തായാലും നനഞ്ഞു. എന്നാൽ പിന്നെ കുളിച്ച് കയറാമെന്ന് കരുതി. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാശ്, അതാണ് ശരിക്കും എന്നെ അട്രാക്റ്റ് ചെയ്തത്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യും. അപ്പം പിന്നെ അറിയണ്ടല്ലോ, ആ മൂഡിലങ്ങ് പോയി.
ഞാൻ സ്പായിൽ വെച്ചാ മോഹനൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. കാശ് ആവശ്യമുള്ളപ്പോൾ ലോഡ്ജിൽ പോകും, വരും. ഇപ്പൊ ജോലിയായി എനിക്ക്, ഇനി നിർത്തണം. ഇനി എന്നെ കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമുക്ക് പോവാം, ബാ. ഹലോ ഹലോ, എവിടാണ് മാഡം? ഞാനിവിടെയുണ്ട്. എവിടെയായിരുന്നു? 2 ദിവസമായിട്ട് ഒരറിവില്ലായിരുന്നല്ലോ. ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് തിരക്കൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു, ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? അതൊക്കെ പറയാം. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തു പറ്റി? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞോ. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, നാളെ നേരിട്ട് പറയും. അപ്പൊ ശരി. ബ്രോ, ഇത് കഴിഞ്ഞ ദിവസം വന്ന ആ കുട്ടി തന്നിട്ട് പോയ ബ്രോക്ക് തരാൻ പറഞ്ഞു. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് എന്തുകൊണ്ട് എന്നോട് അങ്ങനെ തോന്നുന്നു എന്നും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളിനി കാണാതിരിക്കുന്നതാണ് നിന്റെ ഭാവിക്ക് നല്ലത്. ഇപ്പോഴത്തെ എനിക്ക് അങ്ങനെ ഒരു ലൈഫിനെ പറ്റി ചിന്തിക്കാനേ കഴിയില്ല ബേബി. നീ തന്ന നല്ല ഓർമ്മകൾക്ക് നന്ദി. ഞാൻ പോകുന്നു. നീ നല്ലവനാ, നിനക്ക് പറ്റിയ നല്ലൊരു കൂട്ട് കിട്ടും. പക്ഷേ അതൊരിക്കലും ഞാനല്ല. അതെന്തൊക്കെയായിരുന്നല്ലേ. പിന്നെ വേറെ എന്തും കണ്ടാ? മോളെന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല. അത് യാത്രയൊക്കെ ചെയ്തതിൻ്റെ ആയിരിക്കും അമ്മേ. ആ, അറിയുന്നല്ല, കണ്ടിട്ടുണ്ടെന്ന്. എൻ്റെ ഫ്രണ്ട് ജോയിൻ്റെ സിസ്റ്റർ SB കോളേജിലായിരുന്നു. അവിടെ വന്നപ്പോൾ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. ഇതിപ്പോഴൊന്നും തീരൂല. അപ്പോൾ ഓക്കെ അളിയാ, ശരിയപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് വിളിക്കാം. പോട്ടെ. ഓക്കെടാ, ബൈ. ബിബിനെ 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 എണീക്ക്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നേരം വെളുത്തല്ലേ? ആ, എണീക്ക്, ചായ കുടിക്ക്. എടാ ബിബിനെ. ആ, അതെ, എവിടെ പോവാണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? മോമ്പേ റെഡി ആയിട്ട് വാ. അമ്മയുടെ ഒരു കാര്യം.
രാത്രി